വെൽക്കം ടു കളപ്പുര കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബണ്ണാണ്. എല്ലാവരും ബണ്ണൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ലേ, നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ. അതും സ്റ്റഫ്ഡ് ബൺ, ബീഫ് സ്റ്റഫ്ഡ് ബണ്ണാണ്. വിത്തൗട്ട് ഓവനായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യം ലഭിക്കുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലോട്ട് കിടക്കാം. പിന്നെ നമ്മൾ കുക്കറിലോട്ട് ബീഫ് ഒന്ന് വേവിക്കാനായിട്ട് ഇടുവാണേ. ഇത് 1/2 കിലോ ബീഫുണ്ട്. ഇത്രയും വേണ്ട, എന്നാലും ഞാനത് മുഴുവനായിട്ട് അങ്ങ് വേവിക്കാനെടുത്തു. അപ്പം നമ്മൾ ഇതിനെ വേവിക്കാനായിട്ട് വെക്കുമ്പോൾ നമ്മൾ കുറച്ച് മസാല, ചതച്ച മസാല, അപ്പോൾ ഏലക്കായുണ്ട്, പട്ടയുണ്ട്, ജീരകമുണ്ട്, കുരുമുളകുണ്ട്, ഗ്രാമ്പു, തക്കോലം, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൂടിയിട്ട് മസാല ഞാൻ അല്പം ചതച്ചെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, ഒരു 4 വെളുത്തുള്ളി അല്ലികൾ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഓനിയൻ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്. അതാ നമ്മൾ അല്പം ഉപ്പ് ചേർക്കാൻ പോവാണേ. ഞാനൊന്ന് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഒഴുക്കുക. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബണ്ണിൻ്റെ ഡോ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 1 ഗ്ലാസ് ലൂക്ക് വാം വാട്ടറാണ്, അതായത് ചെറിയ ചൂടുള്ള വെള്ളം. അപ്പോൾ നമുക്ക് ആ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് എടുത്തെങ്കിലും നമുക്ക് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്താൽ മതി. അതനുസരിച്ചിട്ട് മൈദ 1 കപ്പ്, ഷുഗർ, സോൾട്ട്, വെജിറ്റബിൾ ഓയിൽ, ബട്ടർ, ഈസ്റ്റ്. അപ്പം ഞാനിപ്പോൾ ഈ ഒഴിച്ചിരിക്കുന്ന ചൂടുവെള്ളത്തിലോട്ട് ഈസ്റ്റ് ആഡ് ചെയ്യാൻ പോവാം. നമുക്ക് 1 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ മൈദാപ്പൊടി ആഡ് ചെയ്യാൻ പോവാം. അല്പമായിട്ട് നമുക്ക് ഈ ഈസ്റ്റിൻ്റെ വെള്ളത്തിലോട്ടൊന്ന് നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിതിങ്ങനെ ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരല്പം വെജിറ്റബിൾ ഓയിൽ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളിന്നിപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ കുഴച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 1 അവർ കഴിഞ്ഞിട്ട് നമുക്കിതെടുക്കാം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ബീഫ് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് കൈ കൊണ്ട് ഉടച്ചെടുക്കാൻ പോവാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കൊരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഇട്ട് കൊടുക്കാം. ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ പതിയെ ഒന്ന് വഴന്ന് കിട്ടണം. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് തുടങ്ങി വരുന്നുണ്ട്. കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി. അപ്പോൾ ഇത് നമുക്ക് ഈ പൊടികളൊന്ന് ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികൾ മതി.
നമ്മളിത് വേവിക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് രണ്ടാമത് വീണ്ടും വഴറ്റുമ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ചെറിയൊരു എരിവൊക്കെ മതി. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സ്റ്റഫിനുള്ള ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബണ്ണിലോട്ട് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. അല്പം നേരം ഒന്ന് തണുത്തിട്ട് വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതാ നമ്മൾ ബണ്ണിൻ്റെ ടവ് 1 അവറിന് ശേഷം പൊക്കി നോക്കാൻ പോവാണ്. ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. ബണ്ണിനുള്ള ഡൗവ് നമ്മൾ അത്യാവശ്യം നന്നായിട്ടൊരു റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതൊരു കേക്ക് ടിന്നിൻ്റെ ബേസ് അതിലോട്ടാണ് നമ്മളിപ്പോൾ വെക്കാൻ പോണത്. അപ്പോൾ ഒരല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. മെൽറ്റഡ് ബട്ടർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പതിയെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇതാ അടുത്തത് നമ്മൾ ഇതിന് അകത്തേക്ക് ഒന്ന് ചെയ്യാൻ പോവാം. അപ്പോൾ ഇതിനകത്തേക്ക് സ്റ്റഫ് ചെയ്യാനുള്ള സംഭവം ഞാൻ വെക്കുകയാണേ. ഇതാ നമ്മൾ ഇതിൻ്റെ പുറമെ ഗാർണിഷ് ചെയ്യാനായിട്ട് സീസം സീഡ് വിതറുന്നതിന് മുമ്പ് മുകളിലായിട്ട് അല്പം ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെറിയ ഒരു പരപ്പുള്ള ഒരു മൂടിപ്പാത്രം നമുക്കൊരു കനം ഇതാ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം നമ്മൾ എടുക്കാൻ പോവുകയാണ്. ബണ്ണ് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.